രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ 2 പാഠങ്ങൾ കഴിഞ്ഞു. പാഠങ്ങളുടെ പേരുകളൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഒന്നാമത്തെ പാഠം സഭ പ്രേക്ഷിത സമൂഹം എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ പാഠം സുവിശേഷ പ്രഘോഷണം സഭയുടെ അടിസ്ഥാന ദൗത്യം എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ പാഠത്തിൽ ചില ഹോംവർക്കുകളൊക്കെ തന്നിരുന്നു. നിങ്ങൾ ചെയ്തു കാണും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് മൂന്നാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മൂന്നാമത്തെ പാഠത്തിൻ്റെ പേര് ആദിമസഭയുടെ പ്രേക്ഷിത ചൈതന്യം എന്നാണ്. നമുക്ക് ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. എല്ലാവരും നേരേക്ക് ഒന്നിരുന്നേ. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പായും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കൂടെയിരിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ ചിന്തയെയും ഞങ്ങളുടെ ബുദ്ധിയെയും ഞങ്ങളുടെ ആലോചനയും ഒക്കെ അങ്ങ് നയിക്കണമേ, നിയന്ത്രിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ മൂന്നാമത്തെ പാഠത്തിലേക്ക് കടക്കുന്നു. പാഠത്തിൻ്റെ പേര് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്തായിരുന്നു? ആദിമസഭയുടെ പ്രേക്ഷിത ചൈതന്യം. നമ്മൾ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ആകമാനം പഠിക്കുന്നത് ഒരൊറ്റ വാക്കിൽ സംഗ്രഹിച്ച് പറഞ്ഞാൽ പ്രേക്ഷിതത്വം എന്നാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണിത് എന്ന് പറയാൻ കാരണം, നമ്മൾ പ്രേക്ഷിതരാകണം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അനുകരിക്കേണ്ടത്, മാതൃകയാക്കേണ്ടത് ആദിമ ക്രൈസ്തവ സഭയുടെ ജീവിതശൈലിയാണ്. അതെന്തായിരുന്നു എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ കാണാനായിട്ട് പോകുന്നത്. സഭയുടെ രൂപീകരണത്തെക്കുറിച്ച് നമുക്കറിയാം. എന്നാണ് സഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? പന്തക്കുസ്താ ദിനത്തിൽ അല്ലേ? പന്തക്കുസ്താ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സഭ, അന്ന് വലിയൊരു സംഭവം കൂടി നടന്നു. പത്രോസ്ലീഹായുടെ ഉജ്ജ്വലമായ ഒരു പ്രസംഗം. പത്രോസ്ലീഹ നമുക്കറിയാം, ഈശോയുടെ കുരിശുയാത്രയിൽ ഇവനെ ഞാൻ അറിയില്ല എന്ന് ഒരു മടിയും കൂടാതെ തള്ളിപ്പറഞ്ഞവനാ. പക്ഷേ അന്ന് പത്രോസ്ലീഹ എങ്ങനെയാണ് തള്ളിപ്പറഞ്ഞത്? പേടിച്ചിട്ടാണ്. എന്നെയും ശിക്ഷിക്കും, എന്നെയും ഈശോയെ അവർ പീഡിപ്പിച്ചതുപോലെ പീഡിപ്പിക്കും എന്നുള്ള പേടി കൊണ്ടാണ് പത്രോസ്ലീഹ ഈശോയെ തള്ളിപ്പറഞ്ഞത്. പക്ഷേ പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ശക്തി അവരുടെ മേലുണ്ടായി. ആരുടെ മുമ്പിലാണോ ഈശോയെ തള്ളിപ്പറഞ്ഞത് അവരുടെ മുമ്പിൽ തന്നെ വലിയ ആർജവത്തോടെ, വലിയ തീഷ്ണതയോടെ, ധൈര്യസമേതം പത്രോസ്ലീഹ ഈശോയെ പ്രസംഗിച്ചു. ആ ഒരു പ്രസംഗത്തിന് ശേഷം ധാരാളം ആളുകളാണ് സഭയിലേക്ക്, വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. പത്രോസ്ലീഹയുടെ പ്രസംഗം കേട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യത്തിൽ കൃത്യമായിട്ട് ഇത് നമ്മൾ കാണുകയാണ്. അവർ ചോദിച്ചു, ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? പത്രോസ്ലീഹ പറഞ്ഞ മറുപടി നമ്മൾ ഒന്ന് നോക്കുക. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും ഈശോ മിശിഹായുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ പത്രോസ്ലീഹായുടെ ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അന്നു തന്നെ ഏതാണ്ട് 3000-ഓളം ആളുകൾ വിശ്വാസം സ്വീകരിച്ച് സ്നാനം സ്വീകരിച്ചു. അവരാണ് ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് അറിയപ്പെടുന്നത്. ഇവർക്ക് ചില ജീവിത ശൈലി, അവരുടെ തനതായ ചില ജീവിത ശൈലി അവർ ഈ വിശ്വാസത്തിലേക്ക് വന്നതോടുകൂടി സ്വീകരിച്ചു. അതാണ് ഇന്നും
സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായ മാതൃകയായിട്ട് പറയാനുള്ളത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത് അവർ ഈശോയെ അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് രക്ഷയുടെ മാർഗമായിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈശോ രക്ഷയുടെ മാർഗം എന്ന് പറയുമ്പോൾ ഈശോയുടെ തുടർച്ചയായ സഭയും രക്ഷയുടെ മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ്ലീഹ വളരെ കൃത്യമായിട്ട് തൻ്റെ ലേഖനത്തിൽ പറയുന്നു, ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുനാമമല്ലാതെ. ഇപ്പോൾ ഈശോയുടെ നാമം രക്ഷയ്ക്ക് നിദാനമാണെങ്കിൽ ഈശോയുടെ തുടർച്ചയായ സഭയും രക്ഷയിലേക്കുള്ള മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോ പറഞ്ഞിരിക്കുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. അപ്പോൾ ഈശോ രക്ഷയുടെ മാർഗമാണെന്നും ഈശോയുടെ തുടർച്ചയായ സഭ രക്ഷയുടെ മാർഗമാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ക്രിസ്ത്യാനികളുടെ ഒരു 4-5 പ്രത്യേകതകൾ പറഞ്ഞാൽ എന്തൊക്കെ പറയും? നമുക്ക് നമ്മുടേതായ നമ്മുടെ കുറച്ച് പ്രത്യേകതകളൊന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? ഒന്ന് പറഞ്ഞേ. പള്ളിയിൽ പോവും, പിന്നെ പ്രാർത്ഥിക്കും, പിന്നെ എന്തുണ്ട്, നോമ്പെടുക്കും, പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകതയുള്ളത്? വിശ്വാസം, ദൈവവിശ്വാസമുണ്ട്, ദൈവാശ്രയബോധമുണ്ട്, ഓക്കെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ ഇനിയുണ്ട്, ഇഷ്ടംപോലെ പ്രത്യേകതകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. എങ്കിൽ ആദിമസഭയ്ക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു, ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. അത് വളരെ ചുരുക്കി സംക്ഷിപ്തമായിട്ട് ഒരു 5 പോയിൻ്റുകളായിട്ട് കൃത്യമായിട്ട് പറയുന്നു. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. 1, അവർ സുവിശേഷം ശ്രവിച്ച സമൂഹമായിരുന്നു. 2, അവർ സുവിശേഷാനുസൃതം ജീവിച്ച സമൂഹമായിരുന്നു. 3, അപ്പം മുറിക്കൽ ശുശ്രൂഷ ശക്തി കേന്ദ്രമാക്കിയ സമൂഹമായിരുന്നു. 4, അവർ പ്രാർത്ഥിക്കുന്ന സമൂഹമായിരുന്നു. 5, അവർ സുവിശേഷം പ്രഘോഷിച്ച സമൂഹമായിരുന്നു. അപ്പോൾ ഈ 5 പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ആദിമസഭയുടെ പ്രത്യേകതകളായിട്ട് വിശുദ്ധ ഗ്രന്ഥം എടുത്തു കാണിക്കുന്ന ഈ 5 പോയിൻ്റുകൾ നമ്മൾ പ്രത്യേകമായിട്ട് ഒന്ന് മനസ്സിൽ സൂക്ഷിക്കണം, പഠിച്ചു വെക്കണം. ഒന്നുകൂടെ എന്തൊക്കെയായിരുന്നു? അവർ സുവിശേഷം ശ്രവിച്ച സമൂഹമായിരുന്നു, സുവിശേഷാനുസൃതം ജീവിച്ച സമൂഹമായിരുന്നു, അപ്പം മുറിക്കൽ ശുശ്രൂഷ ശക്തി കേന്ദ്രമാക്കിയ സമൂഹമായിരുന്നു, പ്രാർത്ഥിക്കുന്ന സമൂഹമായിരുന്നു, സുവിശേഷം പ്രഘോഷിച്ച സമൂഹമായിരുന്നു. പഠിച്ചല്ലോ. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് നമ്മളൊന്ന് വിശദമായിട്ട് കാണുകയാണ്. എന്താണ്? അവർ സുവിശേഷം ശ്രവിച്ച സമൂഹമായിരുന്നു എന്നുള്ളതാണ്. സുവിശേഷം ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ വചനം കേൾക്കാനുള്ള സന്നദ്ധത എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആദിമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയുകയാണ്, അവർക്ക് സുവിശേഷ ശ്രവണം, വചനം കേൾക്കുക എന്ന് പറയുന്നത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഈ വചനശ്രവണത്തിലൂടെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? ഈ വചനപ്രഘോഷണം നടത്തിയിരുന്നത് പ്രധാനമായിട്ടും ശ്ലീഹന്മാരും അവരുടെ തുടർച്ചക്കാരുമായിരുന്നു. അപ്പോൾ അവർ പ്രധാനമായിട്ടും അവരുടെ വചന പ്രഘോഷണങ്ങളിലൂടെ പ്രതിപാദിച്ചുകൊണ്ടിരുന്നത് ഈശോയുടെ ജനനം, ഈശോയുടെ ജീവിതം, അത്ഭുത പ്രവർത്തികൾ, ഈശോയുടെ പഠിപ്പിക്കലുകൾ, ഈശോയുടെ കുരിശുമരണം, ഉത്ഥാനം, അതുപോലെ സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം തുടങ്ങിയ ഈ രക്ഷാകര ചരിത്രമാണ് അവർ അവരുടെ സുവിശേഷ പ്രസംഗങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് സ്വീകരിക്കുവാൻ, ഇത് കേൾക്കുവാൻ ഈ ആദിമ ക്രൈസ്തവർ സദാ തൽപരരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു ഫാനിൻ്റെ കീഴെ ഫാൻ ഓണാക്കിയിട്ട് ഫാനിൻ്റെ കീഴെ പോയിരുന്നാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നമുക്ക് കാറ്റ് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ദൈവാനുഭവം നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരനുഭവം ഉണ്ടാവും. കാരണം ദൈവവചനം ശക്തിയുള്ളതാണ്, നമുക്കറിയാം. അപ്പോൾ ദൈവവചനം കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവവചനം
സ്വീകരിച്ചതുകൊണ്ട് ജീവിതത്തിൽ പരിവർത്തനമുണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ മാത്രം ഞാൻ സൂചിപ്പിക്കാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. മറിയത്തോടുള്ള ഭക്തി കൊണ്ടാണ് നമ്മൾ ജപമാല പ്രാർത്ഥന അർപ്പിക്കുന്നത്. അപ്പോൾ ജപമാല പ്രാർത്ഥന യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥനയുടെ ഒരു ശക്തി, ചൈതന്യം എന്ന് പറയുന്നത് എന്താ? ജപമാല പ്രാർത്ഥനയിൽ ഒരൊറ്റ രണ്ട് പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് ചെല്ലുകയാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും നന്മ അറിഞ്ഞവരമേ എന്ന പ്രാർത്ഥനയും. എന്താണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത? ഇത് പൂർണ്ണമായിട്ടും ദൈവവചനം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവേ ഈശോ പഠിപ്പിച്ച അതേ പ്രാർത്ഥന. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാവുന്നു, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാണ്. അതേ ബൈബിൾ വാക്യമാണ്, വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്യമാണ്. അപ്പോൾ വചനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ആയതുകൊണ്ടാണ് ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുള്ളത്. അപ്പോൾ ഈ വചന ശ്രവണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ ജീവിതശൈലി നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഒരു റോൾ മോഡലായിട്ട് നിൽക്കുകയാണ്. ആദിമ ക്രിസ്ത്യാനികൾ അങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയാണ്, ആദിമ ക്രൈസ്തവ സമൂഹം ജീവിച്ചത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ജീവിക്കണം. അതിലൊന്നാമത്തെ പ്രത്യേകതയാണ് പറഞ്ഞത്, അവർ വചനം സ്വീകരിച്ച, അവർ വചനം ശ്രവിച്ച സമൂഹമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്കും വചന ശ്രവണത്തിൽ താല്പര്യമുള്ളവരാകാം, വചനം വായിക്കാൻ താല്പര്യമുള്ളവരാകാം. നമുക്കറിയാം, നമ്മളെ ഏറ്റവും കൂടുതൽ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ സൽചിന്തകൾ കൊണ്ട് നിറയ്ക്കാൻ, നമ്മുടെ ചിന്തകൾ നല്ലതാകുവാനായിട്ട്, നമ്മുടെ ആലോചനകളൊക്കെ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് വചനം വായിക്കുന്ന, വചനം ശ്രവിക്കുന്ന നല്ല ഒരു രീതി നമുക്ക് ഇപ്പോഴില്ലെങ്കിൽ അത് തുടങ്ങി വെക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നമുക്ക് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതശൈലിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കണം. ഇപ്പം നമ്മൾ ഈ ആദ്യ ഭാഗം നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഒരു ചെറിയ പ്രവർത്തനം കൂടി നിങ്ങൾക്ക് നിർദ്ദേശിക്കുകയാണ്. ആദിമ ക്രൈസ്തവ സഭയുടെ പ്രേക്ഷിത ചൈതന്യം നമ്മുടെ ഇടവകയിൽ എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ വളരെ ചെറുതായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് കുറിക്കുക, ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആദിമ ക്രൈസ്തവ സഭയുടെ പ്രേക്ഷിത ചൈതന്യം നമ്മുടെ ഇടവകയിൽ എത്രമാത്രം അത് യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ആദിമ ക്രൈസ്തവ സഭയുടെ പ്രേക്ഷിത ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ നവീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.